മറ്റാർക്കാ ഇതുകൊണ്ട് പ്രയോജനം? RSSകാർക്ക് വേണ്ടി വിടുപടി ചെയ്യുന്നൊരു സർക്കാരായി ഈ സർക്കാർ മാറുകയാണ്. അതുകൊണ്ടാണ് സാധാരണ IPC വകുപ്പ് പ്രകാരം എടുക്കേണ്ട ഒരു കേസിൽ UAPA വകുപ്പ് ചേർത്തത്. UAPA വകുപ്പെന്ന് പറഞ്ഞാൽ ഭീകരന്മാരെ നേരിടുന്ന വകുപ്പാണ്. രാജ്യദ്രോഹ കുറ്റവാളികളെ അമർച്ച ചെയ്യാനുള്ള നിയമമാണത്. ആ നിയമമനുസരിച്ച് ഇപ്പോൾ കൊലക്കേസിലെ പ്രതികളെ കൈകാര്യം ചെയ്യുന്നു, വധശ്രമ കേസിലെ പ്രതികളെ കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ വന്നാൽ അതിൻ്റെ അർത്ഥം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി RSSന് വേണ്ടി ഇതെല്ലാം ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഈ സംഭവത്തിന് ശേഷം നടന്ന കൊലക്കേസുകളിലോ വധശ്രമ കേസിലോ UAPA ചേർത്തോ? ഇല്ല. ഉദാഹരണത്തിന് മട്ടന്നൂരിൽ ഒരു വധശ്രമം നടന്നു, പ്രതികൾ RSSകാരാ, UAPA ഇല്ല. അപ്പോൾ പ്രതികൾ RSS ആയാൽ UAPA ഇല്ല. നാരായണൻ നായർ വധക്കേസിൽ പ്രതികൾ RSS ആണ്, UAPA ഇല്ല. ചുരുക്കി പറഞ്ഞാൽ UAPA എന്നത് ചേർക്കുന്നത് പോലും RSSകാർക്ക് വേണ്ടിയാണ്. അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഈ കേസിൽ പാലോട് രവിക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷ മുഖ്യമന്ത്രിക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്ത ആദർശ് എന്ന വ്യക്തി 2012 ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ കേസിൻ്റെ വിചാരണ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹത്തിന് പോലീസ് സേനയിൽ സെലക്ഷൻ ലഭിച്ചിരിക്കുന്നു, നിയമനം തടസ്സപ്പെടും ഈ കേസ് തുടരുന്നതിനാൽ, അതിനാൽ കേസ് നടപടികൾ വേഗത്തിലാക്കണം എന്ന് പറഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ച് വിചാരണ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുകയും 2 ആഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ താൻ ഈ കേസിൽ നിരപരാധിയാണ്, ഇക്കാര്യത്തിൽ തന്നെ കുറ്റവിമുക്തനാക്കണം എന്നാവശ്യപ്പെട്ട ഒരു അപേക്ഷ ആദർശ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതായി മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പ് പ്രകാരം കാണുന്നില്ല. അത്തരത്തിലൊരു അപേക്ഷ സമർപ്പിക്കാൻ ആദർശിന് സാധിക്കുമായിരുന്നു. നേരത്തെ തന്നെ അത്തരത്തിലൊരു അപേക്ഷ സമർപ്പിച്ച് ഈ കേസിൽ നിന്ന് വിടുതൽ നേടിയെടുക്കാൻ ആദർശിന് സാധിക്കുമായിരുന്നു. അല്ല, കുറ്റവാളി അല്ല എന്നുണ്ടെങ്കിൽ പോലീസ് കള്ളത്തരത്തിൽ അയാളെ പ്രതിയാക്കിയതാണെങ്കിൽ അയാൾക്ക് അത് ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അതേ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു അപേക്ഷ കൊടുക്കാവുന്നതാണ്. ഹൈക്കോടതി പോയത് ഈ ഇത്രയും ഡിലേ ഉണ്ടാവുന്നത് കുറച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ട്രയൽ നടത്തി അതിനകത്ത് തീരുമാനം ഉണ്ടാവണമെന്നുള്ളത് കൊണ്ടായിരിക്കാം. അതായത് ഇപ്പോൾ ഒരാളിനെ പോലീസ് പ്രതിയാക്കിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ അനന്തമായി നീണ്ടിരുന്നാൽ അയാളുടെ ഒരുപാട് കാര്യങ്ങൾ തടസ്സപ്പെടും. അയാളുടെ ജോലിയായാലും അയാളുടെ മറ്റു പല ജീവിത സാഹചര്യങ്ങളിലെല്ലാം അതൊരു പ്രശ്നമായി മാറും. അങ്ങനെ വരുമ്പോൾ അനന്തമായി നീളുന്നതിന് പകരം പെട്ടെന്ന് ഹൈക്കോടതി ചെന്നിട്ട് ഹൈക്കോടതിയിൽ ഇത് പെട്ടെന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ആ റിപ്പോർട്ട് കൊടുക്കാൻ പറയുന്നത് തെറ്റൊന്നുമല്ല, അങ്ങനെ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അയാൾ പ്രതിയല്ല, അയാൾ ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെങ്കിൽ അക്കാര്യം അദ്ദേഹത്തിന് പല രീതിയിൽ പോലീസിനെ ധരിപ്പിക്കാം. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അത് കേൾക്കാതിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന് SP-ക്ക് പരാതി കൊടുക്കാം. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ച് പരാതി കൊടുക്കാം. ആ പരാതിയും അന്വേഷിച്ചില്ലെങ്കിൽ അത് മജിസ്ട്രേറ്റിനോട് എഴുതി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ റീസെൻ്റായിട്ട് സുപ്രീം കോടതി തന്നെ കിഷൻ ബായി വേഴ്സസ് ഗുജറാത്ത്, സ്റ്റേറ്റ് ഓഫ് ഗുജറാത്ത് എന്ന് പറഞ്ഞ കേസിൽ പറയുന്നുണ്ട്, പല കേസുകളിലും കള്ളത്തരത്തിൽ, അതായത് തെറ്റായ രീതിയിൽ നിരപരാധികളെ പ്രതികളാക്കുന്ന സംഭവങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് തന്നെ വന്നിരുന്നാലും ശരി, അത് ഒന്നുകിൽ പ്രോസിക്യൂഷൻ്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ലാപ്സസ് കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവുമ്പോൾ എല്ലാ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഒരു പ്രത്യേക സമിതി ഉണ്ടാക്കിയിട്ട് ആ കേസുകളെല്ലാം പരിശോധിച്ചതിന് ശേഷം അതിനകത്ത് ആരാണോ കുറ്റകരമായ അനാസ്ഥ കാണിച്ചത് അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു നിരപരാധിയെ പ്രതിയാക്കിയത്, ഇത് കൃത്യമായി കണ്ടെത്തി ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം എന്നുവരെ റീസെൻ്റ് ഡിസിഷൻ സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇത് പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇതുവരെ അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് കണ്ടിട്ടില്ല. അത് ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. റൈറ്റ്. ശ്രീ പാലോട് രവി, ആദർശിന് സാധ്യമായ നിയമപരമായ എല്ലാ വഴികളും സ്വീകരിച്ചിരുന്നു എന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? അത്തരം കാര്യങ്ങളൊക്കെ താങ്കളെ സമീപിച്ചപ്പോൾ ആദർശ് പറഞ്ഞിരുന്നു?
ഇല്ല, ഇയാളെ റിമാൻഡ് ചെയ്ത സമയം മുതൽ ഇയാൾ ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥന്മാരുടെ ചെന്ന് പറയുമ്പോഴെല്ലാം ഇത് ചാർജ് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ് എല്ലാം കൊണ്ടുനടന്ന് കാണിക്കുകയായിരുന്നു. നിങ്ങൾ ഒഴിവാകും എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ പറഞ്ഞയക്കുകയായിരുന്നു. 7 വർഷം ഇത് ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കുകയോ ചാർജ് കൊടുക്കാതിരിക്കുകയോ ചെയ്തപ്പോഴാണ് ഈ കുട്ടിയുടെ പോലീസ് ഉദ്യോഗവും പോയി. ഇയാൾ ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയിട്ട് അയാൾ പറഞ്ഞു, ഹൈക്കോടതിയിൽ അയാളുടെ കേസ് തന്നെ ഞാൻ നിരപരാധിയാണ്, എന്നെ ഇങ്ങനെ ഉദ്യോഗസ്ഥന്മാര് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, ഞാനിങ്ങനെ ഇന്ന സാഹചര്യത്തിൽ ഞാൻ ആ കോടതിയിൽ വന്ന് പെട്ടുപോയതാണ്. അപ്പോൾ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് ഉദ്യോഗസ്ഥൻ മറുപടി കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി കൊടുത്തപ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് കോടതി ഇടപെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോടതി മാറുകയായിരുന്നു. ഈ കുട്ടി വീണ്ടും ഈ ഉദ്യോഗസ്ഥരെ കാണാൻ വരുന്നു. ഈ ഉദ്യോഗസ്ഥനെ കാണാൻ വന്നപ്പോൾ ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഇത് പ്രോസിക്യൂഷൻ ഇത് ഒപ്പിട്ട് പോയി, അതുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി ഒരു പരാതി കൊടുത്ത്. ആ നടപടിക്രമങ്ങൾക്കിടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു കുറ്റപത്രം പോലീസ് കോടതിയിൽ സമർപ്പിച്ചു. അത് മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. 2 ആഴ്ചക്കകം കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു എന്ന്. ഈ കുറ്റപത്രത്തിൽ ആദർശ് പ്രതിസ്ഥാനത്തുണ്ടായിരുന്നു. ആദർശിനെതിരെ കുറ്റപത്രത്തിൽ തെളിവുകൾ നിരത്തപ്പെട്ടിരുന്നു. അക്കാര്യത്തിൽ താങ്കൾ ഒരു പരിശോധന നടത്തിയിരുന്നു? ഇല്ല, പരിശോധന നടത്തിയിട്ടില്ലായിരുന്നു. എനിക്ക് ഈ ആരംഭം മുതൽ ഈ കുട്ടി നിരപരാധിയാണെന്നുള്ള ഈ പേപ്പറുമായി കൊണ്ട് നടന്നിട്ട് അവസാനം ഈ കുട്ടി കേസിൽ പ്രതിയാകുന്ന എന്നൊരു സാഹചര്യം വന്നപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പേപ്പർ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ കുട്ടി ഈ തെളിവുകളെല്ലാം ആയിട്ട് എൻ്റെ അടുത്ത് വന്നു, ഒരു അപേക്ഷയും ആയിട്ട് വന്നു. ഞാനതിനകത്ത് മുഖ്യമന്ത്രിക്ക് ഇത് ഫോർവേഡ് ചെയ്തുകൊണ്ട് ഇത് അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. ഈ കേസിൽ ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അക്കാര്യം മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം 2 ആഴ്ചക്കകം പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കോടതിയുടെ മുൻപാകെ ഈ കേസ് പിൻവലിക്കാൻ ഒരു അപേക്ഷ വരുമ്പോൾ സ്വാഭാവികമായും കോടതി ഈ കുറ്റപത്രം പരിശോധിച്ചിട്ടുണ്ടാകുമോ? ആ കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ കൂടി വിലയിരുത്തിയതിനു ശേഷമാകുമോ കോടതി കേസ് പിൻവലിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ടാവുക? അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ. തീർച്ചയായിട്ടും കോടതി പരിശോധിക്കാതെ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഉത്തരവുണ്ടാവില്ല. തീർച്ചയായിട്ടും കോടതി അതിൻ്റെ എല്ലാ രേഖകളും, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ച എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് സുപ്രീം കോടതി വിധികൾ തന്നെയുണ്ട്. അദ്ദേഹം വെറുതെ സർക്കാരിൻ്റെ അസിസ്റ്റൻറ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ കൊടുക്കുന്ന ഒരു രേഖ ചുമ്മാതങ്ങ് അലവ് ചെയ്യാൻ പറ്റില്ല. അത് നിയമത്തിൽ സാധ്യമല്ല. അദ്ദേഹം അത് മൈൻഡ് അപ്ലൈ ചെയ്യണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് യാതൊരു തെളിവുകളും ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇതിങ്ങനെ കോടതിയുടെ സമയം വെറുതെ നഷ്ടപ്പെടുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അത് പിൻവലിക്കാൻ അനുമതി കൊടുക്കുക. ശ്രീ എം വി ജയരാജൻ, ഇവിടെ ആദർശിൻ്റെ അപേക്ഷ പരിഗണിച്ച് 2 ആഴ്ചക്കകം കുറ്റപത്രം സമർപ്പിക്കണം എന്നാവശ്യപ്പെടുകയും ഒരു കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. ആ കുറ്റപത്രം കൂടി പരിശോധിച്ചിട്ടാണ് കേസ് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ കേസ് പിൻവലിക്കാൻ പാകത്തിലൊരു കുറ്റപത്രം ഈ കേസിൽ സമർപ്പിക്കപ്പെട്ടു. അതിലും രാഷ്ട്രീയ ഇടപെടലോ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അധികാര ദുർവിനിയോഗമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ലേ? അല്ല, ഇവിടെ ആദർശ് ഉൾപ്പെടെയുള്ള 32 പേർ MG കോളേജിൽ ബോംബടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചു എന്നതൊരു സത്യമാണല്ലോ. MG കോളേജ് ആണെങ്കിൽ RSSൻ്റെ ABVPയുടെ ഒരു സ്വയംഭരണ റിപ്പബ്ലിക്കാണ് എന്നതും ഒരു സത്യമാണല്ലോ. തിരുവനന്തപുരത്ത് നിരവധി ഘട്ടങ്ങളിൽ ഇത് സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നു വന്നല്ലോ. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അദ്ദേഹം 1 വർഷത്തോളം ചികിത്സയിൽ കഴിഞ്ഞിട്ടുമുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ കുറ്റപത്രത്തിൽ ഇത് സംബന്ധിച്ച് കുറ്റവാളികൾ ഇന്ന കുറ്റം ചെയ്തു എന്നും ഇന്ന തെളിവുകളുണ്ടെന്നും സൂചിപ്പിച്ചതിനെ കുറിച്ച് എന്ത് ജുഡീഷ്യൽ മൈൻഡ് കോടതി അപ്ലൈ ചെയ്താലും ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് ജഡ്ജി പറയില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്, ആദർശ് നിരപരാധിയാണെന്ന് പാലോട് രവിക്ക് തോന്നിയാൽ മാത്രം പോരാ, പാലോട് രവിയുടെ പോലീസിന് തോന്നണം. പോലീസിന് തോന്നിയിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ ഈ ആദർശ് അടക്കമുള്ളവർ
തെളിവുകളും വസ്തുതകളും നിരത്തി അവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കേസ് പിൻവലിക്കാൻ സർക്കാർ പ്രോസിക്യൂട്ടർ വഴി ആവശ്യപ്പെട്ടാൽ കോടതിക്ക് പിന്നെ എന്താ വഴി? അത് പ്രസ് ചെയ്താൽ കോടതി സ്വാഭാവികമായി കേസ് പിൻവലിക്കും. അതാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥന് ബോംബേറിൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ശ്രീ എം എസ് കുമാർ, ഇവിടെ എം വി ജയരാജൻ സൂചിപ്പിക്കുന്നത് പോലെ കോടതി കേസ് പിൻവലിച്ചാലും പിൻവലിക്കാൻ അനുമതി കൊടുത്താലും സർക്കാർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടാലും ഒക്കെ അവിടെ ഒരു അക്രമ സംഭവം നടന്നിട്ടുണ്ട്, അതിൽ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്, അതിനൊക്കെ തെളിവുണ്ട്. സ്വാഭാവികമായും ഒരു കേസ് പിൻവലിക്കപ്പെടുമ്പോൾ ഈ കുറ്റം ചെയ്തവരാര് എന്നൊരു ചോദ്യം അത് കോടതിക്ക് മുന്നിലായാലും ജനങ്ങൾക്ക് മുന്നിലായാലും അത് അവശേഷിക്കില്ലേ? എം ജി കോളേജിൽ വെറുതെ പോലീസ് അങ്ങോട്ട് കടന്നു ചെന്നതല്ല. എം ജി കോളേജിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം പേരും ABVP-ക്കാരും. ആ ABVP-യുടെ സ്വാധീനം കുറയ്ക്കാൻ പുറമേ നിന്ന് കടന്നു ചെന്ന മാർക്സിസ്റ്റ് ഗുണ്ടകളും തമ്മിലാണ് 2005 സംഘർഷമുണ്ടായത്. ആ സംഘർഷത്തിൻ്റെ ഇടയിലേക്കാണ് ഈ പോലീസ് കടന്നു ചെല്ലുന്നത്. ആരെറിഞ്ഞ ബോംബാണ് അല്ലെങ്കിൽ ആരുടെ വാളുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥന് വെട്ടുകിട്ടിയത്, ബോംബ് കയറി വീണതെന്നൊന്നും അതൊക്കെ അന്വേഷണ വിധേയമാക്കേണ്ടതാണ്. അന്നിരുന്ന പോലീസ് അന്നത്തെ സാഹചര്യം അനുസരിച്ച് ABVP കുട്ടികളെ പ്രതികളാക്കി കേസ് ചാർജ് ചെയ്തു. കൂടുതൽ അന്വേഷണത്തിൽ അവരെ നിരപരാധികളാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ പിൻവലിച്ച് കാണും. അതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ കാര്യങ്ങൾ പറയാൻ ഞാൻ ആളല്ല. അഡ്വക്കേറ്റ് ശ്രീ ഉണ്ണികൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏതെങ്കിലും ഒരു അപേക്ഷ കിട്ടിയത് ഉടനെ അതുകൊണ്ട് മാത്രം കോടതി അതൊന്നും പിൻവലിക്കാൻ അനുവദിച്ചതല്ല. അതിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ചിട്ട് ഒരു അന്വേഷണം നടത്തിയാൽ അല്ലെങ്കിൽ കേസ് നടത്തിയാൽ ശിക്ഷിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് കണ്ട് പിൻവലിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞതായിരിക്കും. കേരളത്തിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള പല കേസുകളും, പ്രത്യേകിച്ചും ABVP, RSS, BJP-കൾ പ്രതികളായിട്ടുള്ള കേസുകൾ പലതും ഇത്തരത്തിൽ വ്യാജമായി കെട്ടിച്ചമയ്ക്കപ്പെട്ടതും നിരപരാധികളെ കേസിൽ കുടുക്കിയിട്ടുള്ളതുമാണ്. ഞങ്ങൾ ഈ സംസ്ഥാനം ഭരിച്ചിട്ടില്ലല്ലോ. മാറി മാറി ഭരിച്ച ശ്രീ ജയരാജൻ്റെയും പാലോട് രവിയുടെയും കക്ഷികൾ അവർ ഭംഗിയായി കേസുകൾ ചാർജ് ചെയ്ത് അതിലൊക്കെ ഞങ്ങളുടെ ആൾക്കാരെ പ്രതികളാക്കി വെച്ചിട്ടുണ്ട്. ചിലത് ഇതേപോലെ അന്വേഷണം നടത്തുമ്പോൾ വിടും. ഈ കേസും ഒരു താങ്കൾ നേരത്തെ മുതൽ പറയുന്നത് ഒരാളുടെ കാര്യത്തിൽ മാത്രമാണ് താങ്കൾ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത്. അത് തന്നെ ഈ പരാതി പരിഗണിക്കണം, സത്യാവസ്ഥ അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന ആവശ്യമാണ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വച്ചത് എന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ട്. അത് പരിഗണിച്ച് ബാക്കി 31 പേർക്കെതിരെ അല്ലെങ്കിൽ ബാക്കി 30 പേർക്കെതിരായ കേസ് പിൻവലിച്ച കാര്യത്തിൽ അക്കാര്യത്തിൽ സർക്കാരിനും കോൺഗ്രസിനുമൊക്കെ ഒരു മറുപടി പറയേണ്ടി വരില്ലേ? അല്ല, ഇതൊക്കെ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. എനിക്ക് അത് ഈ ചോദ്യം ചോദിച്ചവർ ഇങ്ങോട്ട് പറയാനുള്ളതാണ്. ഇതെല്ലാം കോടതി സ്ക്രൂട്ടിനി ചെയ്യത്തില്ലേ? കോടതിയുടെ സ്ക്രൂട്ടിനി ഇല്ലാതെ എന്തെങ്കിലും നടക്കുമോ? നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരാൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതിന് അപ്പീലുകൾ കാണത്തില്ലേ? ഇത് അവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇയാളൊരു കുറ്റവാളിയല്ല, നിരപരാധിയാണ് എന്ന് 100% ബോധ്യം. അത് ആ റെക്കോർഡുകൾ ജയരാജൻ പരിശോധിച്ചാലും മനസ്സിലാവും. ഈ കുട്ടിയുടെ നാളെ ഈ റെക്കോർഡെല്ലാം കൂടെ ജയരാജനെ കൊണ്ട് കാണിക്കാൻ പറയാം. ഈ തലേ ദിവസം വരെ ആശുപത്രിയിൽ കിടന്ന ആള്, ചികിത്സയിൽ കിടന്ന ആള് പിറ്റേന്ന് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം ഒരു സഹായത്തോടെ. താങ്കൾ പറയുന്ന ആദർശ് എന്ന വ്യക്തിയുടെ കാര്യത്തിൽ ഒരുപക്ഷെ താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷേ ആദർശിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവർക്കെതിരായ പരാതി എന്തുകൊണ്ട് പിൻവലിച്ചു എന്നൊരു ചോദ്യം അത് ഉയരില്ലേ എന്നതാണ്. അല്ല, ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് സെക്രട്ടേറിയറ്റിൽ മാത്രം നടക്കുന്നതാണോ? ഈ കേസ് FIR എടുത്തത് ഈ കുട്ടി ജാമ്യത്തിൽ ഇറങ്ങിയത് കോടതിയിൽ നിന്ന്, ഇതിന്റെ സ്ക്രൂട്ടിനി വരുന്നത് കോടതിയിൽ, ഈ കേസ് വിത്ഡ്രോ ചെയ്യുന്ന പേപ്പർ ചെല്ലുന്നത് അവിടെ, APP കോടതി ചോദ്യം ചോദിക്കുന്നത് അവിടെ, ഇത് വിത്ഡ്രോ ചെയ്യാനുള്ള അനുവാദം കൊടുക്കുന്ന കോടതി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനകത്ത് ജുഡീഷ്യറി കൂടി ബന്ധപ്പെട്ടതല്ലേ. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇതിനകത്ത് ജുഡീഷ്യറിക്ക് തന്നെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. വളരെയധികം നന്ദി ശ്രീ പാലോട് രവി, MV ജയരാജൻ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, MS കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. Thank you.